പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതൊരു ഹാർഡ് ഡിസ്ക്കാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 5 രൂപയുടെ കോയിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഡെസ്ക്ടോപ്പിലൊക്കെ കാണുന്ന ഹാർഡ് ഡിസ്കിൻ്റെ അതേ വർക്കിങ്ങും അതേ വർക്കിംഗ് പ്രിൻസിപ്പിളും അതേ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തീരെ ചെറിയ ഒരു ഹാർഡ് ഡിസ്ക്കാണിത്. ഇത് പഴയ ഒരു നോക്കിയ മൊബൈലിൽ വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ പാർട്സൊക്കെ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാനാണെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും ഇവിടുത്തെ പാഡും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ തന്നെ ഒരു സ്ക്രൂ ഇളകി വന്നിട്ടുണ്ട്. ഇതിന് അഴിച്ചെടുക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ നമ്മുടെ അടുത്തില്ല. അപ്പോൾ 2 പ്രാവശ്യം അഴിച്ചപ്പോഴത് ചെറിയ രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ 3 സ്ക്രൂ ആണ് ഇതിൽ വരുന്നത്. സാധാരണ വലിയ ഹാർഡ് ഡിസ്കൊക്കെ തുറക്കുന്ന പോലെ തന്നെ ഒരുപാട് നാൾ ഇരുന്നതിൻ്റെയാണ് ഇത്. ഫംഗസ് പിടിച്ചു പോയി. അതേപോലെ തന്നെയാണ് ഡിസ്കുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സ്പിൻഡിൽ വലുത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഈ ചെറിയ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് നാൾ എടുക്കാണ്ട് വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ പൊടിയൊക്കെ കയറി ഫംഗസൊക്കെ കയറി ആയിപ്പോയിട്ടുണ്ട്. എനിക്ക് തോന്നി ഇതിപ്പോഴും വർക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഉണ്ടോ, എത്ര ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 MB മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലത്ത് 40 MB എന്നൊക്കെ പറയുമ്പം വലിയൊരു സംഭവമാണ്. നമുക്ക് നൈപ്പി ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. നല്ല തിക്നെസ് ഉള്ള ഡിസ്ക് തന്നെയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അന്നത്തെ കാലത്താണെങ്കിലും ഇത്ര ചെറുതായിട്ട്, ഇത് ഏകദേശം ഒരു 10-15 വർഷത്തെ പഴക്കം ഉണ്ടാവും ഇതിന്. ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂകളൊന്നും അഴിക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ നമ്മുടെ അടുത്തില്ല. ഇത് സ്റ്റാറും അല്ല ഫ്ലാറ്റും അല്ലാതെ വേറൊരു രീതിയിലുള്ള സംഭവമാണ്. ഫ്ലവർ പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് സെൻസറൊക്കെ കാണുന്നുണ്ട്. നോക്കുക, നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കാണുന്ന ഇതും ഒരു PCB ആണ്.